Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് പൊട്ടാറ്റോ വഴുതനങ്ങ കൊണ്ട് ഒരു മസാല ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്, മസാല ഒക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റിയാണ്, ചപ്പാത്തിയും ചോറിനൊക്കെ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ മമ്മയോട് ഇതിന്റെ റെസിപ്പി ചോദിക്കാം. റെസിപ്പി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. താങ്ക് യു. അപ്പോൾ ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇവിടെ 1/4 കിലോ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്ര കട്ടിയിൽ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ 1/4 കിലോ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. വഴുതനങ്ങ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് രണ്ടും വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് കളർ മാറിപ്പോവും, കറുത്തു പോവും. പിന്നെ ആവശ്യമുള്ളത് 2 മീഡിയം സൈസ് സവാളയാണ്. ഇത് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ 3-4 പച്ചമുളക്, പിന്നെ 4 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് അരച്ചെടുക്കണം, പേസ്റ്റ് ആക്കി എടുക്കണം. 1 കപ്പ് ഉണ്ടത്. പിന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാദാ ചില്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലിപ്പൊടി, പിന്നെ 3/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 3/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ താളിക്കാനായിട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ കായംപൊടി. ഇനി ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം എണ്ണ ചൂടാക്കി എടുക്കാൻ. ശേഷം ഇതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ മാറ്റിയിട്ട് വഴുതനങ്ങ മാത്രം ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 70% വരെ, 70% വേവണ വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇളക്കി കൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റിന് ശേഷം വെണ്ടക്ക നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ഒരു 70% വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അത്ര മതി. ഇനി ബാക്കി മസാലയിൽ കടന്ന് വേവേണ്ടതാണ്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ആ സെയിം എണ്ണയിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു 80% ആവണ വരെ വേവിച്ചെടുക്കണം. ഇളക്കി കൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഫ്ലെയിം മീഡിയമിൽ തന്നെ ആയിരിക്കണം. പിന്നെ മൂടി ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് പോവും, കരിഞ്ഞു പോവും. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു 8 മിനിറ്റിന് ശേഷം ഉരുളക്കിഴങ്ങ് 80% വെന്തിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത്ര മതി. ബാക്കി മസാലയിൽ കടന്ന് വേവേണ്ടതാണ്. ഇനി ഇത് കോരി മാറ്റിയെടുക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഉലുവയും ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സ്പ്ലട്ടറായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഒരു ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ആ വെളുത്തുള്ളി ഇങ്ങനെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് കായംപൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ശേഷം ഉള്ളി ഒന്ന് നന്നായിട്ട് ചുവന്ന് വരുന്ന വരെ വഴറ്റിയെടുക്കണം. സവാള കളറ് മാറിയിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 2 മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയ ജീരകപ്പൊടിയും വലിയ ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇടണ്ട, ഗരം മസാല പിന്നെ ഇടാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയൊക്കെ നന്നായിട്ട് എണ്ണ തേടണ വരെ വഴറ്റി കൊടുക്കണം.
അങ്ങനെ മസാല എല്ലാം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് തക്കാളി എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് എണ്ണയൊക്കെ തെളിയണ വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ഇങ്ങനെയാണ് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. പിന്നെ വഴുതനങ്ങയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. മിക്സായതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ദമ്മിന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തീ ലോ ആക്കിയിട്ട് 5-6 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് വെച്ചിട്ട് വേണം കുറച്ച് നേരം വേവിച്ചെടുക്കാൻ. എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ ഇനി ഇത് വേവിച്ചെടുക്കണം. അങ്ങനെ അതാ മസാല എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പൊട്ടാറ്റോ വഴുതനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. അങ്ങനെ ഉരുളക്കിഴങ്ങും വഴുതനങ്ങ കൊണ്ട് ഒരു കിഡിലൻ മസാലക്കറി റെഡിയാണ്. ഇത് സെർവ് ചെയ്യാം. എന്നിട്ട് ചപ്പാത്തി ചോറിൻ്റെ കൂടെ എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. നല്ല മസാലയൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.